ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ഇറക്കിൻ്റെ എപ്പിസോഡ് 6-8 ആണ്. ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് ആരും കണ്ടിട്ടില്ല, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സെനിറ്റ്സുവിനാണ്. സെനിറ്റ്സുവിൻ്റെ വിചാരം സെനിറ്റ്സു മരിച്ചു പോയെന്നാണ്. അങ്ങനെ സെനിറ്റ്സു ഒരു സ്ഥലത്തെത്തുകയാണ്. അവിടെ വെച്ച് സെനിറ്റ്സുവിനെ ഗ്രാൻഡ് പാനെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ കുറേ ചെടികളെ കാണാം. അതാണ് റെഡ് സ്പൈഡർ ലില്ലി എന്ന് പറയുന്ന ചെടി. അങ്ങനെ സെനിറ്റ്സു പറയാണ്, ഗ്രാൻഡ് പാ, എനിക്കറിയില്ല, ഞാൻ തോറ്റുപോയി. ഗ്രാംസ്, എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ. ഞാൻ നിങ്ങളുടെ പ്രോമിസിന് പറ്റിയ ഒരാളൊന്നുമല്ല. ഞാൻ അവനോട് ശരിക്കും തോറ്റുപോയി എന്ന് പറയാണ്. കേട്ടതും ആ ഗ്രാൻഡ് പാ പറയാണ്, യു ആർ മൈ പ്രൈഡ് ആൻഡ് ജോയ്. അതായത് അങ്ങക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇത് കേട്ടത് സെനിറ്റ്സിനെ ഷോക്കായി പോവാണ്. അടുത്ത സീനിലേക്കാണെങ്കിൽ നമ്മുടെ യുഷിറോ സെനിറ്റ്സിന് മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അതായത് സെനിറ്റ്സു മരണത്തോടെ ഇഞ്ചോട് ഇഞ്ച് അടുക്കുകയാണ്. സെനിറ്റ്സിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ മൊറാട്ടയും കുറച്ച് ഡീമൺ സ്ലേയേഴ്സും ഉണ്ട്. ഇത് കണ്ടത് മൊറാട്ട ചോദിക്കുകയാണ്, അവനിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് തോന്നുന്നത് കൈക്കാക്കു കുറച്ച് ആളുകളെ മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ബ്ലഡ് ഡീമൺ ആർട്ട് കുറച്ചുകൊണ്ട് വർക്കായിട്ടില്ല. കുറച്ച് വർഷത്തിന് ശേഷമാണ് സെനിറ്റ്സു കൈക്കാക്കും തമ്മിൽ ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായും സെനിറ്റ്സു മരിച്ചു പോയേനെ. ഇത് കേട്ട നമ്മൾ മൊറാട്ട പറയാണ്, നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ. അടുത്തത് കണ്ടെങ്കിൽ നമ്മുടെ യൂഷിറോനെയാണ്. യൂഷിറോ ശരിക്കും മുസാൻ്റെ ബ്ലഡ് വെച്ചിട്ടല്ല ഡീമനായത്. അവൻ ലേഡി ഡമ്മയുടെ ബ്ലഡ് വെച്ചിട്ടാണ് ഒരു ഡീമനായി മാറിയത്. അങ്ങനെ ഇവർ ഓരോന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഡീമൻസ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ഉടനെ തന്നെ ഇവർ ഡീമൻ സ്ലേയേഴ്സ് അല്ലേ, ഇവർ അറ്റാക്ക് ചെയ്യാൻ പോകുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ ആ ഡീമൻസിനൊക്കെ അടിച്ചൊതുക്കാൻ പോവുകയാണ്. യൂഷിറോ അന്നപ്പോൾ സെനിറ്റ്സുവിനെ സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്ത സീനിൽ കളിക്കുന്നത് നമ്മുടെ ടാഞ്ചറോനെ ഗിയോനെയാണ്. സാഞ്ചർ ഗിയോനോട് ചോദിക്കുകയാണ്, നമ്മൾ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ആളുകളെല്ലാം സേഫ് ആണോ? നമ്മൾ അപ്പർ റാങ്ക് ഡീമൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഇവർ പോകുന്ന നേരം തന്നെ പെട്ടെന്ന് തന്നെ ആരോ മുകളിൽ നിന്ന് ശക്തിയിട്ട് പഞ്ച് ചെയ്യുന്നുണ്ട്. ആ പഞ്ചിൽ ഇവരൊക്കെ കുലുങ്ങി പോകുന്നുണ്ട്. ആരാണത്? ഏത് ഡീമനാണത്? ഈ പഞ്ച് ഷോക്കിൽ ടാഞ്ചറോ വരെ പേടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഗിയോ പറയാണ്, നീ കാം ചെയ്യ്, ആരാണ് നമുക്ക് നോക്കാമെന്ന് പറയാണ്. നീ അത് റെഡിയാക്കുക, നമ്മളൊരു വലിയ ഫൈറ്റിനാണ് പോകുന്നത്, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡീമനാണെന്ന് പറയാണ്. അപ്പം തന്നെ മോൾഭാഗം പൊളിച്ചുകൊണ്ട് ഒരു ഡീമൻ താഴോട്ട് ഇറങ്ങുകയാണ്. അത് ഇറങ്ങിയപ്പോൾ തന്നെ ടാഞ്ചറോ വരെ ഷോക്കായി പോവുകയാണ്. ഗിയോന് അറിയില്ല, പക്ഷേ ടാഞ്ചറോയ്ക്ക് ഈ ഡീമനെ നന്നായിട്ട് അറിയാം. കാരണം ടാഞ്ചറോയ്ക്ക് ഒരു വലിയ പകയുണ്ട് ഈ ഡീമനോട്. ഈ ഡീമനെ കണ്ടത് ടാഞ്ചറോ വരെ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അത് വേറെ ആയിരുന്നില്ല, നമ്മുടെ അപ്പർ റാങ്ക് 3 ആയിട്ടുള്ള അഗാസി ആയിരുന്നു. ടാഞ്ചറോ കമോഡോ, നീ ഇപ്പോഴും ജീവനോടെയുണ്ടോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്നെ എനിക്ക് കൊല്ലാനുള്ള നേരമെന്നറിയാണ്. ടാഞ്ചറോയ്ക്ക് ദേഷ്യം പിടിച്ച ടാഞ്ചറോ അക്കാസ എന്ന് പറഞ്ഞ് വാളെടുത്ത് ഓങ്ങി വെട്ടാൻ പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഫ്ലഷാണ്. ആ ഫ്ലഷിലാട്ടെ ലേഡി ഡമ്മയുടെ മൂസാനെ അബ്സോർബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലേഡി ഡമ്മയെ പറയാണ്, ആരെങ്കിലും ഒന്നും ഇങ്ങോട്ട് വരണേ, ഈ സാധനം എന്നെ കൊന്നുകളയും. ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ഹെൽപ്പായെന്ന് പറയാണ്. അതോടുകൂടി ഈ ചാപ്റ്ററോടെ എൻഡ് ആകാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ മാക്സിമം അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ഇടാൻ നോക്കാം. അപ്പം ബൈ.